أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قد أفلح من زكاها وقد خاب من دساها. ഏറെ ബഹുമാന്യരായ മുജാഹിദ് ബാലുശ്ശേരി വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദീനിനെക്കുറിച്ചും ആ ദീനിൻ്റെ തെറ്റിദ്ധാരണകൾ നികത്തുവാൻ ആവശ്യമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുവാനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരലിനെ
ഏറെ പുണ്യം നേടുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അവൻ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് മുഴുവനും പ്രബോധനം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച അവന്റെ ഏറ്റവും അടുത്ത ഖലീലും റസൂലുമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകളും വ്യതിരിക്തതകളും ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. അതിലൊന്ന്, അത് പ്രകൃതിയുടെ മതമാണ് എന്നുള്ളതാണ്. അഥവാ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയിൽ ഒരു സംവിധാനം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ സംവിധാനം അല്ലാഹു തന്റെ മതത്തിനും ബാധകമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഓരോ നിമിഷവും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ആ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ഒരു കണക്കനുസരിച്ച് മാത്രമേ അല്ലാഹു വെള്ളം ഇറക്കുകയുള്ളൂ. ആകാശലോകത്ത് വെള്ളത്തിന്റെ ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. പക്ഷെ എല്ലാം ഒരു കണക്കനുസരിച്ചാണ്. ഭൂമിയിൽ ചൂടുണ്ട്, പക്ഷെ മനുഷ്യന്മാർക്ക് വാസയോഗ്യമായ രീതിയിലുള്ള ചൂട് മാത്രമേ അല്ലാഹു ഭൂമിയിൽ കൊടുക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ ചൂടില്ലാഞ്ഞിട്ടല്ല. അതേപോലെ തന്നെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു വിദഗ്ധം ആവശ്യത്തിനാണ് അല്ലാഹു ഭൂമിയിൽ കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. തണുപ്പ് മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ് മനുഷ്യന് വാസയോഗ്യമായ സ്ഥലങ്ങളിൽ അല്ലാഹു വെച്ചിട്ടുള്ളൂ. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകൃതിയിലെ ഒരു ഫിത്രത്താണ്, ഒരു സുന്നത്താണ് എല്ലാം മനുഷ്യന്മാർക്ക് പാകത്തിലെ അല്ലാഹു വെച്ചിട്ടുള്ളൂ. ഇത് അല്ലാഹുവിന്റെ ദീനിനും ബാധകമാണ്. ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഇല്ല. ആ ദീന് കൊണ്ട് മറ്റുള്ള ഒരാൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ അതുമില്ല. അവന്റെ വിശ്വാസത്തിലാവട്ടെ, കർമ്മത്തിലാവട്ടെ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏതെടുത്ത് പരിശോധിച്ചാലും ഒരു വസത്തിയത്ത് നമുക്ക് കാണാൻ സാധ്യമാണ്. നമസ്കാരമാണെങ്കിൽ അതിന് ലിമിറ്റുണ്ട്, പരിധിയുണ്ട്, ആവശ്യത്തിനാണ്. 24 മണിക്കൂറും നമസ്കാരമല്ല. നോമ്പാണെങ്കിൽ അതിന് പരിധിയുണ്ട്, എല്ലാ വർഷത്തിലെ 360 ദിവസവും നോമ്പല്ല. ഹജ്ജാണെങ്കിൽ അതിന് സമയമുണ്ട്, ലിമിറ്റുണ്ട്. ഒന്നും അതിന്റെ പരിധി വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ല. കാരണം ഈ ഫിത്രത്തിൽ ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ച പ്രകൃതി അതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സ്ഥലങ്ങളിൽ പറഞ്ഞു, വലാ തഅതദു, നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. അതിര് കവിയുക എന്നതിന്റെ അർത്ഥം ദീനിൽ ഉള്ളതിൻ്റെക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. ദീനിൽ ഉള്ള കാര്യം ചെയ്യുന്നതിന് അതിര് കവിച്ചിലായി ചിത്രീകരിക്കരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനാണല്ലോ, അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ സ്നേഹവും ലഭിക്കാനാണ് നമ്മൾ ദീൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ ദീനിൽ നമ്മൾ അതിര് കവിയുന്ന അവസ്ഥയുണ്ടായാൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് അല്ലാഹു ഈ ആയത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ
ഇങ്ങനൊരു വിവാദം കടന്നു വരാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമകാലിക സമൂഹത്തിൽ ഇങ്ങനൊരു വിവാദം കടന്നു വരാനുള്ള പശ്ചാത്തലം എന്താണ്? അതിൽ അള്ളാഹുവിന്റെ ദീനോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്ദരമായ മതം ഉത്തരവാദിയല്ല. നേരെ മറിച്ച് ആ മതത്തിന്റെ പേരിൽ അതിര് കവിച്ചലുകൾ ഉണ്ടാകുമെന്നും ആ അതിര് കവിയുന്നവർ ആരൊക്കെയാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തൊട്ടു കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മത്തിന് ഇരുട്ടിൽ വിട്ടേച്ചുകൊണ്ട് കടന്നുപോയിട്ടില്ല പ്രവാചകൻ. ഈ സമൂഹത്തിന് വരാനിരിക്കുന്ന എല്ലാ വിപത്തുകളെ കുറിച്ചും, ആരൊക്കെയാണ് ആ ഫിത്നകൾ ഉണ്ടാക്കുകയെന്നും അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ആ ആളുകളുടെ ബാഹ്യമായ ക്രമങ്ങളും അവരുടെ നടപടിക്രമങ്ങളും എന്തൊക്കെയായിരിക്കുമെന്നു വരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണിത്? ഒരു ഫിത്ന വരുമ്പോ അല്ലെങ്കിൽ ഒരു വിവാദം വരുമ്പോ മുസ്ലിങ്ങളാകെ അങ്കലാപ്പിലായി അന്തം വിട്ടു നിൽക്കുന്നൊരവസ്ഥ ഈ സമൂഹത്തിന് ഉണ്ടാകരുത് എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ലോകത്ത് എന്തൊക്കെ കുതൂഹലങ്ങൾ ഉണ്ടായാലും, ഇസ്ലാമിനെതിരെ ആരൊക്കെ എന്തൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നാലും അതിനൊന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പതറുകയോ അല്ലെങ്കിൽ മനസ്സ് നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സമകാലിക സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന IS ആകട്ടെ അല്ലെങ്കിൽ അൽ ഖൈദയാകട്ടെ വേറെ ഏത് പ്രസ്ഥാനങ്ങളാകട്ടെ, തീവ്രവാദ പ്രസ്ഥാനങ്ങളോ എന്തുമാവട്ടെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ ചില സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഗനീമത്ത് സ്വത്ത് അല്ലെങ്കിൽ സക്കാത്തിന്റെ മുതൽ ഓഹരി വെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദുൽഖുവൈസിറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, അഅദൽ യാ മുഹമ്മദ്, മുഹമ്മദ് നിങ്ങൾ നീതി കാണിക്കണം. ലോകത്ത് നീതി എന്തെന്നും അനീതി എന്തെന്നും പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു നേരിട്ടയച്ച പ്രവാചകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ നീതി പാലിച്ചിട്ടില്ല, നിങ്ങൾ നീതി കാണിക്കണമെന്ന് റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. സാന്ദർഭികമായി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ആ മനുഷ്യൻ, അയാളെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ സഹാബത്ത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നല്ല സമൃദ്ധമായ താടിയുള്ള വ്യക്തിയാണ് അയാൾ. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച വ്യക്തിയാണ് അയാൾ. മുഖത്ത് നമസ്കാരത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ നീതി കാണിക്കണമെന്ന് പ്രവാചകൻ ആക്ഷേപിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചത്. പ്രവാചകൻ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നു വലീദ് ചോദിച്ചു, അദ്ദേഹത്തിന്റെ തല ഞാൻ എടുക്കട്ടെ? പ്രവാചകൻ പറഞ്ഞു, പാടില്ല. ആ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സഹാബത്തിന് ഈ മനുഷ്യന്റെ താടിയെ കുറിച്ചല്ല മുന്നറിയിപ്പ് നൽകിയത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്ത് ആ പ്രവാചകന്റെ നീതിയെ വിമർശിച്ച ആ മനുഷ്യന് താടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കൂടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല, നീയൊക്കെ താടി വെച്ചിട്ട് എന്താണോ കാര്യം? നിന്റെ താടിയൊക്കെ കള്ളത്താടിയല്ല, എന്ത് കാര്യമുണ്ട് താടി വെച്ചിട്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. അവിടെ കൂടിയ നൂറുകണക്കിന് സഹാബത്ത് അയാളെ ഞാൻ തലയെടുക്കട്ടെ എന്ന് ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞില്ല, നീയൊക്കെ താടി വെച്ചിട്ട് എന്താണോ കാര്യം? ചോദിച്ചില്ല. കാരണം എന്ത്? ആ മനുഷ്യന്റെ താടിയല്ല പ്രശ്നം, ആ മനുഷ്യന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞത്, അയാളുടെ പിൻഗാമികൾ കടന്നു വരും, അവർ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നവരായിരിക്കും. ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഫിത്നകളെ സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ച് ഇത്രമാത്രം താക്കീതുകൾ നൽകിയ കക്ഷി ഖവാരിജുകൾ മാത്രമാണ്. അഥവാ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ മുൻഗാമികളും അല്ലെങ്കിൽ അവരെ കുറിച്ചുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം വലിയ താക്കീത് നൽകിയിട്ടുള്ളത്. അതിന്റെ പിൻഗാമികളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പേരുകളും. അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും ഇസ്ലാം അല്ലാത്തതിന്റെ പേരിലാണെങ്കിലും ഒക്കെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അത് IS എന്നുള്ളത് അതൊരിക്കലും ഇസ്ലാമുമായി കൊണ്ട് ബന്ധമില്ല എന്നുള്ളത്
ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് എല്ലാവർക്കും അറിയാം, അവരതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അമുസ്ലിമീങ്ങൾക്കും അറിയാം അത് ഇസ്ലാമിന്റെ ശബ്ദമല്ലെന്നും അത് ഇസ്ലാമിന്റെ ആളുകളല്ല അവരെന്നും. ഞാൻ അതിലേക്കല്ല പോകുന്നു. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴേക്കും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുവാൻ അതൊരു അവസരമായി കരുതുന്ന ചില കപട മതവാദികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുമ്പോഴേക്കും അവനൊരു താടിയുണ്ട് എന്നുള്ളത് കൊണ്ടോ താടിയാണ് പ്രശ്നം. പറയുന്നത് ആരാണ്? നീണ്ട താടിയെ പരിഹസിക്കുന്നവർ ആരാണ്? ഇവിടെയുള്ള ഫാസിസ്റ്റ് ശക്തികളോ അതല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ ശക്തികളോ ആണെങ്കിൽ നമുക്കത് പൊറുക്കാമായിരുന്നു. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നാവ് കൊണ്ട് ഉച്ചരിച്ച് അത് അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം പോയി പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് താടി പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, ഞാൻ അതിനാണ് നിങ്ങളെ ചരിത്രത്തിലേക്ക് ക്ഷണിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 4 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ സംഭവം ഇതാണ്. റസൂലുള്ളാഹിനെ വിമർശിച്ച ദുൽഖുവൈസിർക്ക് താടി ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ താടിയെ റസൂലുള്ളാഹി ഒരിക്കലും പരിഹസിച്ചിട്ടില്ല. ആ മനുഷ്യൻ ഇസ്ലാം എന്ന് പുറത്തുപോയ മനുഷ്യനാണ്. നരകത്തിന്റെ കിലാബ് അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളുടെ നായകളെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട മനുഷ്യനാണ് അയാൾ. പക്ഷേ എന്തുകൊണ്ട് പ്രവാചകൻ ആ മനുഷ്യന്റെ താടിയെ വിമർശിച്ചില്ല? ഒന്ന്, അവിടെ കൂടിയ സഹാബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും അയാളുടെ താടിയെ വിമർശിച്ചില്ല, നിര്യാണിക്ക് മുകളിൽ ഉടുത്ത വസ്ത്രത്തെ വിമർശിച്ചില്ല. ഇന്ന് ചില ആളുകൾ പറയാണ് വെള്ളപ്പൊക്കക്കാരന്റെ വസ്ത്രമാണത്, വൃത്തികെട്ട താടിയാണത്. അത് മനസ്സാണ് വൃത്തികേട്. താടിക്ക് 5 നേരം കഴുകുന്ന താടിക്ക് ഒരു വൃത്തികേട് ഉണ്ടാവില്ല, അള്ളാന്റെ തൗഫീഖ് കൊണ്ട്. മൂന്നാമത്തെ ഒരു ചരിത്രം നോക്കൂ. നടക്കാനിരിക്കുകയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജികളും തമ്മിൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഖവാരിജികളുമായി കൊണ്ട് യുദ്ധം ചെയ്യാൻ തോന്നുന്നില്ല. അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. കാരണം ഖവാരിജികൾ അത്രയും ബാഹ്യമായ രീതിയിൽ ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ നല്ല നല്ല നീണ്ട താടിയും നല്ല വെളുവെളുത്ത മുഖങ്ങളും പ്രശോഭിക്കുന്ന മുഖങ്ങളും കണ്ടുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് മനസ്സ് വരുന്നില്ല യുദ്ധം ചെയ്യാൻ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളൊക്കെ താടി വെച്ചിട്ട് എന്താണ് കാര്യം? ഇസ്ലാം ഒന്ന് പുറത്തുപോയില്ലേ? താടി അലി റളിയല്ലാഹു അൻഹു വിമർശിച്ചില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ അദ്ദേഹത്തിന്റെ വൈമനസ്യം കണ്ടപ്പോൾ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി അവർ കൊന്നിരിക്കുന്നു. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുമായി കൂടി യുദ്ധത്തിന് പോകുന്നത്. അവിടെയും അലി റളിയല്ലാഹു അൻഹു വിമർശിച്ചത് അവിടെ ആദർശത്തെയാണ്, അതല്ലാതെ താടിയല്ല. നാലാമത്തെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. മഹാനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി കൊണ്ട് സംവാദത്തിന് പോകാണ്. ചരിത്രത്തിൽ അത് കാണാം, ഹദീസിലും വന്നിട്ടുണ്ട്. ഇമാം ബൈഹഖിയും തബറാനിയും ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബിന്റെ അനുവാദത്തോടു കൂടി അവരുമായി കൊണ്ട് ചർച്ചയ്ക്ക് പോയി, സംവാദത്തിന് പോയി. ചില ആളുകൾക്കൊക്കെ സംവാദം എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ കാളപ്പോരാണ്, സ്പാനിഷ് കാളകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കുത്താണ് എന്നൊക്കെ എഴുതിയ ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി കൊണ്ട് സംവാദത്തിന് പോയി. 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറഞ്ഞു. 2000-ഓളം ആളുകൾ അതിൽ നിന്ന് മടങ്ങി വന്നു. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ആ സംവാദത്തിന് പോയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അവരുടെ വസ്ത്രത്തെക്കുറിച്ചും അവരുടെ മുഖഭാവത്തെക്കുറിച്ചുമൊക്കെ. അവിടെയും രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ കാരണത്താൽ അവരുടെ മുഖങ്ങളിൽ ഉറക്കം തളം കെട്ടി നിൽക്കുന്നു. സമൃദ്ധമായ താടി അവർക്കുണ്ട്. നിര്യാണിക്ക് മുകളിലാണ് അവരുടെ വസ്ത്രമുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ചോദിച്ചോ, നിങ്ങളൊക്കെ എന്തിനാണ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത്? നിങ്ങളൊക്കെ എന്താ താടി വെച്ച് നടന്നിട്ട് എന്താ കാര്യം, ഈ വൃത്തികെട്ട താടി എന്ന് റസൂലുള്ളാഹിന്റെ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ചോദിച്ചില്ല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിൽ ബാഹ്യമായ ഇസ്ലാമിന്റെ ശിആറുകൾ ഉണ്ടെങ്കിൽ അതിനൊരിക്കലും വിമർശിക്കരുത്. ഖുർആനിൽ ഒരു തെളിവ് കൂടി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവായി ഇബ്ലീസ് അള്ളാഹിനോട് പറയുന്ന ഒരു വാക്കുണ്ട്,
ഫബിഇസ്സതിക ലഉഗ്വിയന്ന അജ്മഈൻ, നിന്റെ ഇസ്സത്തിന് തന്നെയാണ് പടച്ചോനെ സത്യം, ഞാൻ മുഴുവൻ മനുഷ്യന്മാരെയും വഴിതെറ്റിക്കുമെന്ന്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഇസ്സത്തിനെ പിടിച്ച് ആരാ സത്യം ചെയ്യുന്നത്? ഇബ്ലീസ്. അവൻ പറയുന്ന കാര്യം തിന്മയാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തു? ഇജക്ക് എന്തിനാണോ ഇന്നെ പിടിച്ച് സത്യം ചെയ്യുന്നത്, പോടുന്നു എന്നല്ല വിമർശിച്ചു. ഒന്നവന് പറഞ്ഞു, അവൻ ചെയ്ത പ്രവർത്തനം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യാന്നുള്ളത് ചെയ്തത് ശരിയാണെങ്കിൽ, പക്ഷെ അവൻ ആ സത്യം ചെയ്ത കാര്യം തെറ്റാണ്. അവൻ അള്ളാഹുവിന്റെ ശത്രുവായിട്ട് പോലും ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ അതിനെ വിമർശിക്കരുത്. അതാണ് ഇസ്ലാമിന്റെ തത്വം. ഇത് ഈ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ജാഹിലുകൾ മനസ്സിലാക്കുന്നില്ല. അവർ ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും ഊതിവീർപ്പിക്കുമ്പോഴേക്കും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാം ഒരു വിശ്വാസിയോട് കൽപ്പിച്ചിരിക്കുന്ന ആചാര വസ്ത്രധാരണ രീതിയെ വിമർശിക്കുന്ന ശൈലി സുഹൃത്തുക്കളെ ഒരിക്കലും ശരിയല്ല. ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മുസ്ലിമീങ്ങൾ എന്തിനാ താടി വെക്കുന്നത്? പലപ്പോഴും മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പോലും അതിന്റെ ഗൗരവം മനസ്സിലാക്കില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വെച്ചെന്ന് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാര് മുഴുവനും താടി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കുമ്പോൾ മൈക്കെട്ടിയിട്ട് ഇപ്പൊ എന്താ താടിനെ പറ്റി എന്നെ പറയണത്? ചില ആളുകൾക്ക് അത് കാണുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും റസൂലുള്ളാഹിന്റെ സഹാബത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, എത്ര താടിയുള്ള നേതാക്കന്മാർ. രവീന്ദ്രനാഥ ടാഗോറിന് താടിയുണ്ട്, അയാൾ ഭീകരവാദിയാണ്. ഇവിടെ ഈ ഇസ്ലാമിന്റെ റസൂലുള്ള പറഞ്ഞതനുസരിച്ച് കൊണ്ട് താടി വെച്ച് നടക്കുന്നവരെ വിമർശിക്കുന്ന മുസ്ലിം എന്താ പറയാ ചില ആളുകൾ, എത്ര സിഖിന്റെ നേതാക്കന്മാർക്ക്, എന്തിനധികം ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് നേതാക്കന്മാരിൽപ്പെട്ട എത്ര ആളുകൾക്ക് കേരളത്തിലെ നേതാവിന് കുമ്മനത്തിന് താടിയില്ലേ? മുസ്ലിം നേതാക്കന്മാരെക്കാൾ വലിയ താടിയാണ് മൂപ്പര താടി. ഭീകരവാദത്തിന്റെ താടിയാണ് അല്ല. നിങ്ങൾ ആലോചിച്ചു സുഹൃത്തുക്കളെ. അപ്പൊ ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുമ്പോ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെ ചിഹ്നങ്ങളെ നമ്മൾ വിമർശിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു കരുതൽ നമുക്ക് ആവശ്യമാണ്. ഇതൊന്നും ഒരു സുന്നി മുജാഹിദും തമ്മിലുള്ള പ്രശ്നമല്ല. നിങ്ങൾ നോക്കൂ, എനിക്ക് ഏറെ സങ്കടകരമായ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, ഈ പുതിയ വിവാദമുണ്ടായപ്പോൾ ഈ പുതിയ വിവാദം ഇസ്ലാമിനെതിരെയുള്ള അറ്റാക്കാണിത്. മാധ്യമത്തിന്റെയും മാധ്യമ സഹായത്തോടുകൂടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്നടങ്കം ഇസ്ലാം തീവ്രവാദമാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് ആക്രമണം നടത്തിയപ്പോൾ കേരളത്തിലെ ചില ആളുകൾ എന്താ ചെയ്തത്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ട്, അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട രണ്ടു കൂട്ടരുമുണ്ട്. അവരൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചാക്ഷേപിക്കാൻ പറ്റിയൊരു അവസരമായി ഇതിനെ മുതലെടുത്ത് കണ്ടോ. ചില ആളുകൾ ഇവിടെ അവരുടെ അതിതീവ്രതയാണ് പ്രശ്നം. എന്താണ് അതിതീവ്രത? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു അതിതീവ്രതയില്ല. തജാവുസുൽ ഹദ്ദാണ് ഉലുവ്, അഥവാ അതിര് കവിയലാണ് ഉലുവ്. ഇസ്ലാമിന്റെ പരിധിക്കുള്ളിലുള്ള ഒരു കാര്യവും സുഹൃത്തുക്കളെ ഒരു അതിര് കവിച്ചിലല്ല. ഒരാൾ 5 നിസ്കരിച്ചാൽ ഓൻ കുറച്ച് ഉലുവാണ് എന്ന് പറയരുത്. റമദാൻ മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ ഇനി കുറച്ചു കഴിഞ്ഞാൽ അവിടേക്കാ പോകണത്. 5 നിസ്കരിക്കണോ ഭീകരവാദിയാകും. അപ്പോഴും അതിന് കോയിലൂതുവാൻ ചില ആളുകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ എന്തിനാ 5 നിസ്കരിക്കണത് എന്ന് ചോദിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തെന്ന് സുഹൃത്തുക്കളെ ആദ്യം നമ്മൾ പഠിക്കുക. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കുറിച്ചുമൊക്കെ വ്യക്തമായ ബോധവും അവബോധവും ഇല്ലാതെ സംസാരിച്ചാൽ വളരെ വലിയ അപകടം അതുകൊണ്ട് വരുത്താനുണ്ട്. അത് നമുക്ക് തന്നെ അള്ളാന്റെ ദീനിന് ഒരു കോട്ടം തട്ടാനില്ല. യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹു അവന്റെ ദീനിനെ പൂർത്തീകരിക്കും, പക്ഷെ നഷ്ടം നമുക്കായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദീർഘമായി സംസാരിക്കും ഇൻഷാ അല്ലാഹ്, ബാലുശ്ശേരിയിലേക്ക് വരും. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ അത് പാലെടുത്ത് യുദ്ധം തന്നെയാണ്. നിങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ 41 സ്ഥലങ്ങളിൽ ജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 41 സ്ഥലങ്ങളിൽ. ഈ 41 സ്ഥലങ്ങളിൽ ജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ അതിൽ വിശുദ്ധ ഖുർആനിൽ ഏകദേശം 10ലധികം തവണ ആ ജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന പദങ്ങൾ മക്കയിൽ അവതരിച്ച സൂറത്തുകളല്ല.
മക്കയിൽ അവതരിച്ച സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ. അപ്പൊ ഹിജറക്ക് മുമ്പും ജിഹാദ് ഉണ്ടായിരുന്നു. അതേതാ ജിഹാദ്? ഹിജറക്ക് മുമ്പുള്ള ജിഹാദ് ഏതാണ്? വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സൂറത്തുൽ ഫുർഖാനിലെ 52-ാമത്തെ ആയത്ത് മക്കയിൽ അവതരിച്ചതാണ്. ഏതാണ് ജിഹാദ്? അപ്പൊ മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല. ചില ആയത്തൊക്കെ പ്രശ്നമാണ് എന്ന് സുഹൃത്തുക്കളെ നമുക്ക് ചില ആളുകൾക്കൊക്കെ തോന്നി തുടങ്ങിയിട്ട് ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും അതിന്റെ യഥാർത്ഥ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കിയാൽ ആർക്കും ഒരു തീവ്രവാദിയോ ഒരു ഭീകരവാദിയാകാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആനിനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നത്. ഈ പുതിയ വിവാദമുണ്ടായപ്പോൾ സ്വന്തം പത്രങ്ങളിലൂടെ സൗദി അറേബ്യയെയും അതുപോലെ തന്നെ സലഫി പ്രസ്ഥാനങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് നെടുതിയുള്ള ലേഖനങ്ങൾ എഴുതിയ ആളുകൾ ഇവിടെ ഉണ്ടായി. അതിലൊന്നും ഞങ്ങൾക്കൊരു ബേജാറില്ല. സതുബുദീലക്കൽ അയ്യാമു മാ കുന്ത ജാഹില എന്നൊരു അറബി കവി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്ന് മലയാളത്തിൽ പറയാറുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അക്തിനായിരിക്കും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ, വരാനിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ IS-മായി കൊണ്ട് ബന്ധപ്പെട്ട ഫിത്ന വന്നപ്പോൾ ലോകത്ത് ആദ്യമായിക്കൊണ്ട് IS-നെതിരെ ഫത്വ ഇറക്കി ആ IS-നെതിരെയുള്ള പോരാട്ടത്തിൽ മുമ്പിൽ നിന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്ന സലഫി രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലുള്ള സഖ്യരാജ്യങ്ങൾ ഇന്നും IS-നെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അമേരിക്കയുടെ മിസിലും അതുപോലത്തെ ഇത്രയും വലിയ ലോകശക്തികൾ, ലോകത്തെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ ശക്തിയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും റോക്കറ്റുകളും ബോംബുകളും എന്താ സിറിയന്റെയും IS-ന്റെയും സ്റ്റേറ്റിന് നേരെ പോകാത്തത്? അതൊക്കെ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, മതത്തെ നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ ദീൻ അത് സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യർ ഒരിക്കലും ഭീകരവാദിയോ തീവ്രവാദിയോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒന്നും ആകാൻ കഴിയില്ല. ഇപ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ സുന്ദരമുഖത്തെ കാത്തു സൂക്ഷിക്കുന്നവരെ സലഫി സുഹൃത്തുക്കളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ആശ്രമ സലഫികൾ എന്ന ഒരു കൂട്ടം ആളുകൾ, തീവ്ര സലഫികൾ, എന്നിട്ട് ഈ സലഫി പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് ഈ IS-ന്റെ പിന്നിലെന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ഒരു തത്വദീക്ഷതയുമില്ലാത്ത വാക്കുകൾ എഴുതി പിടിപ്പിച്ച് ഇപ്പോഴും തങ്ങളുടെ മാധ്യമങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളോട് വളരെ വിനയത്തോടുകൂടി ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വച്ചിട്ടുള്ള തീവ്രവാദത്തിന്റെ വരികൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഞങ്ങളെ കത്തിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നുണ്ട്. ആ അലമാറ നിങ്ങൾ തുറപ്പിക്കരുത് എന്ന് മാത്രമാണ് സാന്ദർഭികമായി അവർ സൂചിപ്പിക്കാറുള്ളത്. ആരാണ് തീവ്രവാദത്തിന്റെ പ്രൊമോട്ടർമാർ എന്നും ആരെയാണ് ഇന്ത്യ ഗവൺമെന്റ് അത് ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഇവിടെയുള്ള സലഫികൾക്ക് നന്നായി അറിയാം. പക്ഷേ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു വിപത്ത് വരുമ്പോൾ ആ വിപത്തിനെ ആദ്യം പ്രതിരോധിക്കുക. പിന്നെ മുർദാവ് കത്തുമ്പോ കഴുക്കോലൂരുന്ന പതിവ് ഏതായാലും സലഫികൾക്കില്ല. ആ തീ കെടുത്തിയിട്ട് ബാക്കിയുള്ളത് നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ശരിക്കും പഠിക്കുക സുഹൃത്തുക്കളെ. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് അവിടുന്നും ഇവിടുന്നും കടിച്ച് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ അഥവാ ഈ തീവ്രവാദവും അതിതീവ്രവാദവും ഈ പിന്നെ ഉലുവുമൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിക പ്രമാണങ്ങൾ അതിന്റെ ആദിമ നൂറ്റാണ്ടിൽ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് സലഫി പ്രസ്ഥാനം പറയുന്ന ആ പോയിന്റിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു. അതാണ് എല്ലാത്തിനും കുഴപ്പം. അതാണ് സലഫി മനഹജ്. ഈ സലഫി മനഹജ് മുറുകെ പിടിക്കുന്നവരാണ് സലഫികൾ. അതുകൊണ്ട് സലഫികൾക്ക് ഒരായത്ത് ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന് ഏത് ഖവാരിജികൾ ഏത് കാലഘട്ടത്തിൽ ആയത്ത് ഓതിയാലും സലഫികൾക്ക് അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവർ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആര് എവിടുന്ന് ആയത്ത് ഓതിയാലും അതിന് പ്രശ്നമല്ല. കാരണം റസൂലുള്ളാഹിന്റെ സഹാബത്ത് ആയത്തിന് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന് ഹിജ്റ പോകണമെന്ന് ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസോ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിന് സാന്ദർഭികമായി മനസ്സിലാക്കുമ്പോൾ ഇന്ത്യൻ പണ്ഡിതന്മാർ എന്ത് വിശദീകരിച്ചു എന്ന് നമ്മൾ നോക്കും. ഞാൻ അവസാനിപ്പിക്കാൻ, കേരളത്തിന്റെ അന്തരീക്ഷം വളരെ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായ ജാഗ്രത കൈക്കൊണ്ടുകൊണ്ടിരിക്കണം. അഥവാ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക. ചില പിള്ളമാർക്കൊക്കെ ചില പിള്ളേർക്കൊന്നും വാങ്ങിയിട്ട് ഉറങ്ങാൻ കഴിയില്ല എന്നാണ്.
ഇവിടെ മുസ്ലിങ്ങൾ ഉറങ്ങിയിട്ട് ബാങ്ക് വിട്ട് എണീക്കണല്ലോ സുബൈക്ക്. സലാത്ത് ഖൈറും മിനൻ ഒന്ന് പള്ളിയിൽ നിന്ന് എത്ര വട്ടം വിളിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒറ്റ മുസ്ലിമിനും പള്ളിക്ക് കാണില്ല. ചില പിള്ളേർക്കൊക്കെ ബാങ്ക് കിട്ടി ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് പോലും. നഊദുബില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മതേതരത്വത്തിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ നേതാക്കന്മാരുടെ ഒക്കെ ഉള്ളിലിരിക്കുന്ന വിഷം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും വിഷവും ആദർശമൊന്നും ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. അത് ഈ വിവാദത്തിൽ നമ്മൾ കണ്ടു. വലിയ വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായി കടന്നു വന്ന ആളുകൾ പലപ്പോഴും ഏതെങ്കിലും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ വിമർശിക്കുന്ന രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മുസ്ലിമീങ്ങൾ പഠിക്കുക, മുസ്ലിമീങ്ങളല്ലാത്തവരും പഠിക്കുക. അതിന്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് പഠിക്കണം. ഇന്റർനെറ്റിലെ ഏതെങ്കിലും നാഥനില്ലാത്ത സൈറ്റുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ ലേഖനങ്ങളിൽ നിന്നോ അല്ല, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമ്മൾ പഠിക്കുക. അതിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിഹസിക്കാതിരിക്കുക, നിഷേധിക്കാതിരിക്കുക. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൈറുണ്ടാക്കുകയില്ല, അതുകൊണ്ട് ശർറ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതിനെ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ ഈ ദുനിയാവിൽ വെച്ചു തന്നെ അത് വികൃതമാക്കപ്പെടുകയും അത് തുറന്നു കാട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുത നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യ ബാലുശ്ശേരിയെ സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ബഹുമാന്യനായ മാലിക് സലഫി, അബ്ദുൽ മാലിക് സലഫി അവർകളെ, വേദിയിലെ ബഹുമാന്യരായ കാരണവരെ, മുസ്ലിയാരങ്ങാടിയിൽ റോഡരികിൽ നിൽക്കുന്ന സഹൃദയരെ, ഈ പന്തലിൻ്റെ ചുവട്ടിലിരിക്കുന്ന നല്ലവരായ സത്യാന്വേഷികളെ, ആധുനിക കാലഘട്ടത്തിൽ വിശിഷ്യ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളെ
മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി സത്യസന്ധരായ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു മതസംഘടന എന്ന നിലയിലാണ് ഇന്നത്തെ ഈ ചർച്ച കേരളത്തിലെ ദേവാസമിതിയുടെ നേതൃത്വത്തിൽ മുസ്ലിയാരങ്ങാടിയിൽ വെച്ചിട്ടുള്ളത്. ആത്മീയത, തീവ്രത, ഇസ്ലാം എന്നതാണ് നമ്മുടെ തലക്കെട്ട്. ഈ തലക്കെട്ട് സ്വീകരിക്കാനുണ്ടായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം ആത്മീയത എന്ന് പറയുമ്പോൾ എന്തുദ്ദേശിക്കുന്നു? തീവ്രത ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? തീവ്രതയുള്ള ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നതല്ല നമ്മുടെ ചർച്ച. ആത്മീയത ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരിയായ വിധത്തിലാണോ അല്ലേ? തീവ്രവാദവുമായി ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതിനെയെല്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ സ്വാഭാവികമായും കേരളത്തിൽ ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം ദേശീയ തലത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകനെ, അദ്ദേഹത്തിന്റെ ദൈവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഗൂഢമായ ഒരു പ്രവർത്തനമുണ്ടാവുകയും ആ സന്ദർഭത്തിൽ തന്നെ ഉദ്ദേശപൂർവകമായി ശരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സന്ദർഭമായിട്ടുണ്ട് എന്ന നിലയിൽ 10-21 ചെറുപ്പക്കാർ, ചില ആളുകളൊക്കെ കുടുംബസമേതം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്. കേരളത്തിന്റെയോ ദേശീയ തലത്തിലെയോ സ്വകാര്യ ഏജൻസികൾ